ആഴിമലയിലെ പ്രസിദ്ധമായ ശിവക്ഷേത്രമാണിത്. വളരെ കൗതുകകരമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിന് അടുത്ത് പുളിങ്കുടിയിൽ എന്ന സ്ഥലത്താണ്. അവിടെ ഒരു കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം. 58 അടിയോളം ഉയരമുള്ള ശ്രീ പരമേശ്വരന്റെ രൂപത്തിലുള്ള മനോഹരമായ ശില്പമാണ് ഈ ക്ഷേത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ആകർഷണം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് ഇത്. ജാതിമത ഭേദമന്യേ വിശ്വാസികളായ ഏവർക്കും ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കൂട്ടുകാൽ ഗ്രാമപഞ്ചായത്തിലെ പുളിങ്കുടിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് വിഴിഞ്ഞം പൂവാർ റോഡിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം മാറി കടൽ തീരത്തിനോട് ചേർന്നുള്ള പാറക്കെട്ടിന് സമീപമാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. ആഴിമല ശിവക്ഷേത്ര ഭരണം ദേവസ്വം ട്രസ്റ്റിനാണ്. ഈ ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല വഹിക്കുന്ന ഈ ട്രസ്റ്റ് വാർഷിക ഉത്സവം സംഘടിപ്പിക്കുന്നതും ക്ഷേത്രകാര്യങ്ങളിൽ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും ഇവരാണ് ഈ കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുന്നത്. ക്ഷേത്രത്തിന്റെ വാസ്തുശൈലി തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി വളരെ സാമ്യം ഉള്ളതാണ്. ഈ സാമ്യത ക്ഷേത്ര കവാടവും ഗോപുരങ്ങളും ഗണപതി, മഹാവിഷ്ണു, മുരുകൻ, അയ്യപ്പൻ, ഹനുമാൻ തുടങ്ങിയ വിവിധ ഹൈന്ദവ ദേവതകളുടെ വർണ്ണാഭമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. പ്രധാന പ്രതിഷ്ഠയായ ശിവന്റെയും മറ്റു ഉപദേവതകളുടെയും ശ്രീകോവിലുകൾ മനോഹരമായ കൊത്തുപണികൾ, ചുമർ ചിത്രങ്ങൾ എന്നിവയാൽ കമനീയമായി അലങ്കരിച്ചിരിക്കുന്നു. അമ്പത്തെട്ട് അടിയോളം ഉയരമുള്ള ശിവന്റെ രൂപത്തിലുള്ള ഈ കോൺക്രീറ്റ് ശില്പം സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ ക്ഷേത്രം കൂടുതൽ പ്രസിദ്ധി നേടി തുടങ്ങിയത്. ആഴിമലയിലെ തന്നെ ആഴിമലയുടെ സ്വന്തം സ്വദേശിയായ PS ദേവദത്തൻ എന്ന ആളാണ് ഇതിന്റെ ശില്പി. 2014 ശില്പത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. തുടർന്ന് 6 വർഷത്തോളം എടുത്ത് 2020 നിർമ്മാണം പൂർത്തിയാക്കി. അതേ വർഷം തന്നെ ഡിസംബർ 31 ശില്പം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അതായത് 2021 ജനുവരി 1 ഈ ശില്പം എല്ലാവർക്കും കാണുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. ഗംഗാദേവിയെ ജടയിൽ നിന്നും മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോടുകൂടിയ ശിവനെയാണ് ശില്പം ചിത്രീകരിക്കുന്നത്. ശില്പത്തിന്റെ പിന്നിലെ വലത് കൈയിൽ ധമറുവും മുൻവലത് കൈ വലതു തുടയിലും പിന്നിലെ ഇടത് കൈയിൽ ത്രിശൂലവും മുൻ ഇടത് കൈ ജടയ്ക്കുള്ളിലെ ഉയർത്തിയ നിലയിലുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 20 അടിയോളം ഉയരമുള്ള ഒരു പാറയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കടലിനോട് വളരെ ചേർന്ന് ഇരിക്കുന്നതിനാൽ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഈ ശില്പത്തിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശിവരൂപത്തിന് താഴെ 3 നിലകളിലായി 3500 ചതുശ്ര അടി വിസ്തീർണമുള്ള ധ്യാനമണ്ഡപവും നിർമ്മിക്കുന്നുണ്ട്. ഗുഹാസമാനമായ മണ്ഡപത്തിലേക്ക്
ഈ മഹേശ്വര പ്രതിമയുടെ സമീപത്തെ ചെറിയ കവാടത്തിലൂടെ 27 പടികൾ കടന്നാണ് പ്രവേശിക്കുന്നത്. മണ്ഡപത്തിൽ ശിവന്റെ ഉയർന്ന ശയനശില്പവും അർദ്ധനാരീശ്വര ശില്പം, 9 നാട്യഭാവങ്ങൾ, ശിവരൂപത്തെ താങ്ങി നിൽക്കുന്ന തൂണുകളിൽ ശിവചരിതം പറയുന്ന ശില്പങ്ങൾ എന്നിവയും കൊത്തിവെച്ചിട്ടുണ്ട്. പ്രതിമ നിൽക്കുന്ന സ്ഥലത്ത് യോഗികൾ തപസ്സിരുന്നു എന്നാണ് ഐതിഹ്യം. പഞ്ചപാണ്ഡവന്മാർ വനവാസകാലത്ത് ഇവിടെ വന്നതായും ഐതിഹ്യമുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇവിടെ ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് തീർത്ഥാടകരും സഞ്ചാരികളുമാണ് ആഴിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടെയാണ് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ പിൽഗ്രീം ടൂറിസം സർക്യൂട്ടിലേക്ക് ഈ ക്ഷേത്രത്തെ കൂടി സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. എന്നാലും ഗണപതിയും ശ്രീപാർവതിയുമാണ് ഇവിടുത്തെ ഉപദേവതകൾ. ഭഗവാനെ ആരാധിച്ചു ഇവിടെ പ്രതിഷ്ഠിച്ച യോഗീശ്വരന് ഒരു ചെറിയ ശ്രീകോവിലുമുണ്ട്. മലയാള മാസത്തിലെ മകരത്തിലാണ്, അതായത് ഇംഗ്ലീഷ് മാസത്തിലെ ജനുവരി ഫെബ്രുവരി, ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം നടക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര, മഹാശിവരാത്രി, പ്രദോഷ ശനിയാഴ്ച, പാർവതി പ്രധാനമായ നവരാത്രി, തൃക്കാർത്തിക എന്നിവയാണ് മറ്റ് വിശേഷ ദിവസങ്ങൾ. വിദൂര സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ഭക്തർ വിശേഷ അവസരങ്ങളിൽ ക്ഷേത്ര ദർശനത്തിന് എത്തിച്ചേരുന്നു. ചൊവ്വാഴ്ചയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ദിവസം. ശിവപ്രധാനമായ ഞായറാഴ്ചകൾ, തിങ്കളാഴ്ചകൾ, പ്രദോഷ ശനിയാഴ്ച, ജന്മനക്ഷത്ര ദിവസം, മലയാളം ഇംഗ്ലീഷ് മാസങ്ങളിലെ 1-ാം തീയതി, പാർവതി പ്രധാനമായ തിങ്കൾ, ചൊവ്വ, വെള്ളി, പൗർണമി, നവരാത്രി എന്നീ ദിവസങ്ങൾ ദർശനത്തിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഉദയാസ്തമ പൂജ, പ്രദോഷ പൂജ, ഉമയമഹേശ്വര പൂജ, ദിവസ പൂജ, സ്വയംവര പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ അർച്ചന, ആയസൂക്ത പുഷ്പാഞ്ജലി, രുദ്രസൂക്ത പുഷ്പാഞ്ജലി, കൂവളഹാര സമർപ്പണം തുടങ്ങിയവയാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന വഴിപാടുകൾ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ചില ദൃശ്യങ്ങൾ തീർച്ചയായും ഈ ക്ഷേത്ര ദർശനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.